ഞാൻ ആദ്യമായിട്ട് ബദാം മിൽക്ക് കുടിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ കൂടെ പണ്ട് കോയമ്പത്തൂർ പോയപ്പോഴായിരുന്നു. ആടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞി കടയിൽ നിറച്ചു ആൾക്കാർ. ഞാനും വിചാരിച്ചു, ഷടാ ഇതിനും മാത്രം ആടെ ഇപ്പം എന്താ ഉള്ളേ. നോക്കുമ്പോൾ എന്തെന്നാ ബദാം മിൽക്ക് കുടിക്കേണ്ട തിരക്കേനാടാ. നമ്മളെ കോഴിക്കോട്ടെ പാരകൻ്റെ ഇപ്പുറത്തുള്ള സർബത്ത് ഷോപ്പില്ലേ, ആടെ കാണുന്ന അതേ തിരക്ക്. എന്നാ പിന്നെ ഇതെന്തെന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാളും നിന്ന് വരിയില്ല. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ സാധനം നമ്മളെ കൈ കിട്ടി. അത് കുടിച്ചപ്പോഴാണ് ഇത്രയും തിരക്കുണ്ടായതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായത്. ആ ചൂടത്ത് ആ തണുത്ത ബദാം പാല് കുടിച്ചപ്പോൾ കിട്ടിയ സുഖം അതൊന്ന് വേറെ തന്നെയായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനിങ്ങനെ റീല് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ബദാം മിൽക്കിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത്. അന്നേരമാണ് എനിക്കിതെല്ലാം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ നാട്ടിലെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബദാം മിൽക്ക് ചൂടോടെയും കുടിക്കാം, തണുപ്പിച്ചിട്ടും കുടിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.